എല്ലാവർക്കും നമസ്കാരം. തുടർന്നുള്ള ഭാഗം. അല്ലയോ അർജുന, ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്ത് നിന്ന് പിന്മാറിയതെന്ന് നിന്റെ പ്രശസ്തിയെപ്പറ്റി വിചാരിക്കുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ നിന്നെ അവർ നിസാരനായി കരുതും. ഭീഷ്മർ, കർണൻ, ദുര്യോധനൻ, ദ്രോണർ തുടങ്ങിയ മഹാരഥന്മാർ നീ പേടിച്ചിട്ടാണ് യുദ്ധരംഗം വിട്ടതെന്ന് കരുതും. എന്നാൽ സ്വന്തം മുത്തച്ഛനോടും സോദരരോടുമുള്ള ദയവ് കൊണ്ടാണെന്ന് ആരും ഓർമ്മിക്കുകയില്ല. നിന്നെപ്പറ്റി ശത്രുക്കൾ പല പഴികളും പറഞ്ഞു പരത്തും. നിന്റെ കഴിവില്ലായ്മയെ അവർ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്ക് എന്താണ് ഉണ്ടാകേണ്ടത്? അതുകൊണ്ട് അല്ലയോ കുന്തിപുത്ര, ഒന്നുകിൽ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പ്രാപിക്കും, അല്ലെങ്കിൽ വിജയം നേടി ഭൂമിയിലെ സാമ്രാജ്യം ഭരിക്കും. എന്തായാലും ഉറച്ച തീരുമാനത്തോടെ എണീറ്റ് യുദ്ധം ചെയ്യുക. കാരണം ഈ യുദ്ധത്തിൽ ആർക്കാണ് ജയവും തോൽവിയും എന്ന് തിരിച്ചറിയില്ല. എങ്കിലും ധർമ്മയുദ്ധം ചെയ്യേണ്ടത് കർത്തവ്യം തന്നെയാണ്. യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുകയാണ് ഇപ്പോൾ നിന്റെ ലക്ഷ്യം. ഫലം സന്തോഷമോ ദുഃഖമോ ലാഭമോ നഷ്ടമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. എന്നാൽ നിനക്ക് ഒരിക്കലും പാപഭാരവും ഉണ്ടാകില്ല. മലയാള പരിഭാഷ. നിസാരനായിടാതെ എൻ്റെ ധീരനായ പാർത്ത നീ ഭയന്നു യുദ്ധഭൂമിയെ ത്യജിച്ചു പോയിടിൽ. പ്രശസ്തനായ നിന്നെയും നമിച്ചിരുന്ന യോധരും വിളിച്ചിടുന്നതുണ്ട് നിന്നെ ഭീരുവെന്നതോർക്കടോ. ധർമ്മയുദ്ധഭൂമിയിൽ കിടന്നു നീ മരിക്കലോ. ലഭിച്ചിടുന്നതുണ്ട് മോക്ഷമായ സ്വർഗവും ലോകവും. ആയതല്ല പാണ്ഡവർ ജയിച്ചിടുന്നതാകിലോ. ഭുജിച്ചിടാം നിനക്കു രാജ്യമായിടുന്ന ഭൂമിയെ. ഭേദമൊന്നുമില്ല നീ ജയിക്കിലോ മരിക്കിലോ. ഭേദമില്ല നഷ്ടലാഭമൊന്നു തന്നെയാണടോ. ഭേദമൊന്നുമില്ല ഈ ചിരിയിലും കരച്ചിലും. പാപിയായിടാതെ പാർത്ത നേരെ നിന്നു പോരിടൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം സദാ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.